ഓക്കെ, അപ്പോൾ ഇനി എന്താ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ ആഡ് കൊടുക്കുക. ഫേസ്ബുക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ക്യാൻവാസ് വേണം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ഡിസൈൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസൈനാണ്. നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പോസ്റ്ററാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ആദ്യം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഇവിടെ ഒരു ലൈൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലൈൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ അതെന്തില്ല, അത് എല്ലായിടത്തും അങ്ങനെ ഒരു ലൈൻസ് ഇതിൽ കാണുന്നില്ല. ഒരു ചെറിയ ഇതിലൊരു ലൈൻ ഉണ്ട്. നമുക്ക് ആ ലൈന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, കംപ്ലീറ്റ് വൈറ്റ് ആണ്, ഒരു ലൈനും. നമുക്കിവിടെ എലമെൻസിൽ പോവുക, ലൈൻസ് സെർച്ച് ചെയ്ത് നോക്കാം. ഗ്രാഫിക്സിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള ലൈൻ ഇവിടെ കിട്ടിയിട്ടില്ല. അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ബോക്സ് ലൈൻസ് നോക്കാം. ബോക്സ് ടൈപ്പ് ലൈന് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? സമയം കളയാതെ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്താ? വളരെ സിമ്പിളാണ്. ആദ്യം നമ്മളൊരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിന് എന്ത് ചെയ്യാം? ഒരു ബോക്സ് രീതിക്ക്, ആ ലൈന് രീതിക്ക് നമുക്ക് എത്രയാണോ അതിന് വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്ത് രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? അതിന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ സാധനം Ctrl+C Ctrl+V എന്നിട്ട് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. Ctrl+C Ctrl+V കറക്റ്റ് അലൈൻമെൻറ്റിൽ നമുക്ക് എന്ത് കിട്ടും? Ctrl+C Ctrl+V നമുക്കത് അതുപോലെ തന്നെ കിട്ടും. കണ്ടോ? അവിടെ നമുക്ക് കാണാൻ പറ്റും 14 സൈസ് എന്നുള്ളത്. കണ്ടോ? കറക്റ്റ് എല്ലാത്തിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ് 14 എന്നുള്ളത് അവിടെ തന്നെ കാണാൻ പറ്റും. ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl+C Ctrl+V അടിക്കാം. കണ്ടോ? Ctrl+C Ctrl+V. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ലൈന് നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഇനി എല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അത് നമുക്ക് എന്തായി? ഒരു ലൈനായിട്ട് തന്നെ നിന്നു. ഇനി ആ ലൈൻ എങ്ങനെയായിരുന്നു കടന്നത്? അവിടെ ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ലൈൻ ഇവിടെ നിന്ന് ഇത്ര ഉള്ളൂ ആക്ച്വലി ലൈന്. ഓക്കെ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇത്ര ഉള്ളൂ അതിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ ലൈനാണ് സംഭവം. നമ്മുടെ ഇത് കുറച്ചിട്ടിട്ട്, ട്രാൻസ്പെറൻസി കുറച്ചിട്ടിട്ട് ആടാ, ഇങ്ങനെയാണ് അതിൻ്റെ ലൈന് കിടക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ഷാർപ്പ്നെസ് ഉണ്ട്. കണ്ടോ? ഈ ഒരു ഷാർപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ആ ഇമേജിൽ കാണാൻ പറ്റില്ല, ആ ഡിസൈനിൽ നിങ്ങൾക്ക് ആ ഷാർപ്പ് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഷാർപ്പ് അവിടെ നിന്ന് കളയണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഷാർപ്പ് കളയാൻ ഇപ്പോൾ എന്താ സെർച്ച് ചെയ്യുക? ഫെദേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഷാർപ്പ്നെസ് നമുക്ക് കളയാൻ നമ്മൾ എന്ത് ചെയ്യാം? ഷാർപ്പ്നെസ് കളയാൻ പൊസിഷനൊന്നുമല്ല, നമുക്കിവിടെ അതിൻ്റെ ഈ ഒരു കട്ടി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഷാഡോ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഷാഡോയിൽ കുറച്ച് ഷാഡോസ് കിട്ടും. ഗ്രാഫിക്സിലുള്ള ഷാഡോ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഇവിടെ നമുക്ക് കുറച്ച് ഷാഡോസ് കിട്ടും. നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഷാഡോ ഇവനെടുക്കാം. അപ്പോൾ ഇവനും പറ്റൂല, കാരണം എന്താ? ഇവൻ്റെ സൈഡ് കട്ടിയുണ്ട്. അപ്പോൾ അവനെ പറ്റില്ല. രണ്ട് സൈഡും കട്ടിയില്ലാത്ത ഷാഡോ ആണ് നമുക്ക് വേണ്ടത്. രണ്ട് സൈഡും
കളറിൽ പോയിട്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എത്ര? 8. ആ ട്രാൻസ്പെറൻസി നമുക്ക് ഈ ഷാഡോക്കും കൊടുത്താൽ സംഭവിക്കും നോക്കാം. ഓ പറ്റില്ല. Ctrl+C Ctrl+V Ctrl+C Ctrl+V Ctrl+C Ctrl+V. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷാഡോൻ്റെ കളർ പോയിട്ട് പക്കാ വൈറ്റ് ആക്കാം. ആണ്ടാ ഷാഡോൻ്റെ കളർ ഫുൾ വൈറ്റ് ആക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ വന്നാൽ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കറക്റ്റ് അതിലുള്ള ഒരു എഫക്റ്റ് അവിടെ വന്നാൽ ഉണ്ടാവും. ഒരു ഷാർപ്പ്നെസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇനി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനെന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ എവിടേക്കോ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു ഷാർപ്പ്നെസ് കിട്ടുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ ആയി. കണ്ട ഇപ്പം എന്തായി, ആ ഷാർപ്പ്നെസ് എന്തായി, അവിടെ ഓക്കെ ആയി. ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഷാഡോ 2-3-4 വട്ടം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ അത് അവിടെ നിന്ന് പോവും. കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണല്ലേ Ctrl+C Ctrl+V ആണ് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ട്രാൻസ്പെറൻസി കുറച്ചും കൂടെ ഒന്ന് കുറക്കാം. 8 നമുക്ക് ഒരു 5 ആക്കാം. ഓക്കെ, ഓക്കെ നമുക്ക് എന്ത് എത്തി, ഏകദേശം നമുക്ക് അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഈ ഒരു സാധനം, ഈ ഒരു ലൈന് നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ലൈന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ഡിസൈനിൽ പോവാം, സർക്കിൾ എടുക്കുക, ഷേപ്പിൽ സർക്കിൾ എടുക്കുക, സർക്കിളിൽ വരിക, സർക്കിളാണ്ട് വലുതാക്കിയിട്ട് ഓക്കെ. ഇനി എങ്ങനെയാണത് കിടക്കുന്നത് എന്നും കൂടെ നോക്കാം. ഇവിടെ അങ്ങനെ കുറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാം. ബോർഡർ സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾ എടുത്ത് സർക്കിളിനെ വലുതാക്കുക. എന്നിട്ട് അതേ സർക്കിൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കളറിൽ പോയിട്ട് 1 സെക്കൻഡ്, ഈ സർക്കിളിന് ബോർഡർ ഉണ്ട്, അതാണ്. കണ്ടാ നമ്മളിപ്പോൾ എന്താ ചെയ്ത്, ആദ്യം ഒരു സർക്കിൾ ഇട്ടു, ആ സർക്കിളിന് നമ്മൾ ബോർഡർ കൂട്ടിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ടാണ് കിട്ടുക. അതായത് ഈ സൈസ് എല്ലായിടത്തും കറക്റ്റ് ആവും. പക്ഷേ ഈ ഡിസൈനിൽ അങ്ങനെ അല്ലല്ലോ കാണുന്നത്. ഈ ഡിസൈനിൽ എന്താ കാണുന്നത്, ഇവിടെ കുറച്ച് സൈസ് കുറഞ്ഞിട്ട് പിന്നെ സൈസ് കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ കിട്ടണം. അപ്പോൾ അതുപോലെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, 2 സർക്കിൾ ഇടുക. എന്നിട്ട് ഫസ്റ്റത്തെ സർക്കിളിൻ്റെ ഞാനിവിടെ ഇതെടുത്ത് കാണിച്ചില്ല, ലേയേഴ്സ് എടുത്ത് കാണിച്ചില്ല. ആദ്യം സർക്കിൾ ഇട്ടു ബ്ലാക്ക്, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു വൈറ്റ് സർക്കിൾ ഇട്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അതുപോലെ ഡിസൈൻ കിട്ടും. നമുക്ക് എന്ത് ചെയ്യണം, ഈ ബ്ലാക്കിൻ്റെ കളർ മാറ്റിയിട്ട് അതിലുള്ള കളറാക്കണം. അതിലുള്ള കളർ എന്താ, ഈ ഒരു ടൈപ്പ് യെല്ലോ ആണ്. ആ കളർ നമ്മൾ എങ്ങനെ എടുക്കുക, കളർ പിക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. കളർ പിക്കർ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇനിയും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളറിൽ പോവുക, ആഡ് കളർ കൊടുക്കുക. ഓ സാധനം മാറി. ആഡ് കളർ കൊടുക്കുക, Ctrl+V. ഇനി അതിൻ്റെ താഴെ കിടക്കുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇട്ടത് എന്താ,
അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലുള്ളതിന് ആ ബോർഡർ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം നമുക്ക് ആ ബോർഡറിൻ്റെ ആവശ്യമല്ല. കണ്ട, അപ്പം ശരിയായി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു സർക്കിൾ ഇടുക. ഓക്കെ, ഈ സർക്കിളിന് നമ്മൾ ബോർഡർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ബോർഡർ കൊടുത്താൽ കറക്റ്റ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. കണ്ടോ, ഇതും ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് കറക്റ്റാണ്. പക്ഷെ നമ്മളെ ഇമേജിലുള്ളത് അത് കറക്റ്റ് അല്ലല്ലോ. നമ്മളെ ഇമേജിലെവിടെ അത് കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോർഡർ വെച്ചിട്ടുള്ള പരിപാടി നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബോർഡർ കംപ്ലീറ്റ് കളയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ ആ ഡിസൈൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ എന്ത് ചെയ്യുക, ആ സർക്കിളിനെ ഒരു സർക്കിളും കൂടി എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ 2 സർക്കിളാവും. എന്നിട്ട് ഉള്ളിലത്തെ സർക്കിളിന് എന്ത് കൊടുക്കുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പം എന്ത് കിട്ടി, വേണ്ട. എന്നിട്ട് നമ്മൾ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള സർക്കിളിനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി തരാം. വേണ്ട, ഇത് വേറൊരു സർക്കിളാണ്. ഈ സർക്കിൾ നമുക്ക് ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളെ സൈസ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കിയാലാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ഇതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, വൈറ്റ് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് കൊടുത്താൽ വേറെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമുക്ക് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കാണൂല. നമുക്ക് ആ ഡിസൈനിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ലൈൻ ഉണ്ടോ നോക്കാം. ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈൻ ഇതിൻ്റെ ഉള്ളിൽ കാണൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾ വീണ്ടും ഉള്ളിലത്തെ സർക്കിൾ, അതായത് വൈറ്റ് സർക്കിൾ ക്ലിക്ക് ചെയ്യുക. വൈറ്റ് സർക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളേഴ്സിൽ പോയിട്ട് നോ കളർ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ സർക്കിളിന് കളർ പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോ കളറും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് അടിക്കാം. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈൻസ് എന്ത് വേണം, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ എന്ത് ചെയ്തില്ല, ആ ഷാഡോയും ലൈൻസും തമ്മിൽ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ലൈൻസിനെ അവിടെ സെപ്പറേറ്റ് മാറ്റാൻ പറ്റാത്തത്. അപ്പം എല്ലാ ഷാഡോസും നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഷാഡോസും ലൈൻസും ഒപ്പം ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+C Ctrl+V അടിക്കുക, ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ അതേ ഇതിൽ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്തത് നിലവിലിപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ പോകുന്നത് കണ്ടോ, ലൈന്. ഓക്കെ, ഇതിൻ്റെ മേലെ കൂടെ ഒരു ലൈന് പോകുന്നുണ്ട്. പക്ഷെ അതെന്തല്ല, ക്ലിയർ അല്ല, കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ തന്നെ കോപ്പി ചെയ്യുക, ഇവനെ കൊണ്ടുവന്ന് അതിൻ്റെ താഴത്തേക്ക് ഇട്ടാൽ മതി. താഴത്തേക്ക് ഇട്ടാൽ അത് കിട്ടൂല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ മേലേക്ക് തന്നെ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ. ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്കത് കാണുന്നൊന്നുമില്ല. ഓക്കെ, വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് എന്ത് വേണം, കുറച്ച് ബിൽഡിങ്സ് വേണം, പിന്നെ ഒരു മോഡലും വേണം. എലമെന്റ്സ്, ബിൽഡിങ്സ് സെർച്ച് ചെയ്ത് ഫോട്ടോസിൽ പോവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഫോട്ടോസിൽ അവിടെ ഓക്കെ, ഇവിടെ ഉള്ള ബിൽഡിങ്ങിന് എന്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. കറക്റ്റാ, കണ്ട, അത് നമ്മുടെ ഇമേജ് ആയിട്ട് സിങ്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, അതുപോലൊരു ഇമേജ് കിട്ടണം. അതുപോലൊരു ഇമേജ് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതുപോലൊരു സ്റ്റൈലുള്ള ഇമേജ് ഞാൻ ഇവിടെ ഒന്ന് കിട്ടി എനിക്ക്. കണ്ടോ, ഈ ഒരു ഇമേജ് ഏകദേശം ആ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ ഈ ഇമേജ് ഏകദേശം ആ ഒരു സ്റ്റൈലാണ്. പിന്നെ അവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് മോർ ദിസ് കൊടുത്താൽ നമുക്ക് അതുപോലുള്ള റെക്കമെൻഡ് ചെയ്ത് തരും. പക്ഷെ അതുപോലുള്ള റെക്കമെൻഡേഷൻ നമുക്ക് വേണ്ടതിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ തന്നെ എടുക്കാം. ഇവൻ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി. എന്നിട്ട് Alt 1 അടിച്ചിട്ട് അത് നമ്മുടെ ഈ സർക്കിളിൻ്റെ മേലോട്ടാക്കാൻ പോകണം, സർക്കിളിൻ്റെ താഴേക്കാക്കാൻ പോകണം ഇമേജിനെ. കണ്ടാ,
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? മോഡലിനെ വേണം അല്ലേ? മോഡലിന് ഇടുന്നിടത്താണ് നമുക്ക് പിന്നെ ഒരു എന്തുള്ളത്, കുറച്ചും കൂടെ ഒന്നുകൂടി ചിന്തിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ഗേൾ മോഡലിനെ നമുക്ക് വേണം ഫോട്ടോസിൽ വരിക. ഇവിടെ നമുക്ക് നിൽക്കുന്ന ഒരു മോഡലിനല്ല വേണ്ടേ, അതുപോലെ നിൽക്കുന്ന ഒരു മോഡലിനെ ആക്ച്വലി ഇതൊക്കെ പ്രീമിയം ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് പ്രീമിയം എടുത്താലാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ഈ എജു എന്നുള്ളതൊക്കെ പ്രീമിയം ആണ്. ഇതിൽ ഒട്ടുമിക്കോ നിങ്ങൾക്ക് എന്താണ് പ്രീമിയം ആണോ? ഇതെല്ലാം പ്രീമിയം ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് എടുത്താലേ കിട്ടുള്ളൂ? പ്രീമിയം എടുത്താലേ കിട്ടുള്ളൂ. പ്രീമിയം പാക്കേജ് നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. വേണ്ടവർ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഈ മോഡൽ നമ്മുടെ ഇമേജിൽ എവിടെ നിന്നാണ് മോഡൽ വരുന്നത്? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് മോഡൽ വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു ഡിഫിക്കൽറ്റി അവിടെ ഉണ്ട്, കാരണം മോഡൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോഡലിനൊന്ന് വലുതാക്കാം. ഈ മോഡലിനെ നമുക്ക് എവിടെ ഇടണം അറിയോ? ഇവരെ രണ്ടാളും നടുവിലിട്ടാൽ മതി. വേണ്ട, കറക്റ്റ് നിന്നാണ്ടോ. കാരണം എന്താ? ആദ്യം ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെ വേറൊരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിനും നടുക്കട നിന്നാൽ മോഡൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാതിരി നമുക്ക് എന്ത് കിട്ടും? ഓ, നമ്മൾ ഇതിൽ ആക്ച്വലി മാർജിൻ ആഡ് ചെയ്യാൻ മറന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാർജിൻ ആഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. നമ്മൾ ഇതിൽ മാർജിൻ ആഡ് ചെയ്യാൻ മറന്നു. അതാണ് ഒരു ചെറിയ മിസ്സിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? മോഡലിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മോഡലിനെ ആഡ് ചെയ്തു. ആക്ച്വലി മോഡൽ നമ്മളെ ഇമേജുമായിട്ട് സിങ്ക് ആയിട്ടില്ല, കാരണം ഇത് കറക്റ്റ് യെല്ലോ കിട്ടി, ഇത് യെല്ലോ ആണ്. നമുക്കൊരു യെല്ലോ മോഡലിനെയും കൂടി കിട്ടിയാൽ എന്ത് ചെയ്യാം? ആ ഡിസൈൻ ഒന്നും കൂടെ കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു യെല്ലോ മോഡലിനെ യെല്ലോ അവരുടെ ഡിസൈനിൽ ഏതാ? അവരുടെ ഡിസൈനിൽ വൈറ്റ് ആണ് കേട്ടോ. ഈ വൈറ്റിന് സിങ്ക് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത് നമുക്ക് യെല്ലോക്ക് സിങ്ക് ആയിട്ട് വേണം, അല്ലെങ്കിൽ വൈറ്റിന് സിങ്ക് ആയിട്ട് വേണം. ഇവിടെ ഈ ജാക്കറ്റിൻ്റെ കളർ വേറെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്നാലും ഈ വൈറ്റിൽ നോക്കാം. വൈറ്റ് കളറിൽ ഒരു മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മോഡൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം? Alt 1 അടിച്ചിട്ട് ഇതിൻ്റെ നടുവിലോട്ട് ഇടാം. നമുക്ക് കിട്ടി വൈറ്റ് മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് മോഡലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആ ഡിസൈനിൽ തന്നെ എന്താ ഉള്ളത്? ഇതൊരു മിനിമൽ ഡിസൈനാണ്. ഇനി ഇവിടെ അവരുടെ വെബ്സൈറ്റിൻ്റെ പേര്, അവരുടെ കമ്പനീൻ്റെ പേര്, പിന്നെ ഹലോ മൺഡേ, ഹാവ് എ എക്സൈറ്റിംഗ് ആൻഡ് ലവ്ലി വീക്ക് ഹെഡ്. കുറച്ച് കാര്യങ്ങളെ ഈ ഡിസൈനിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ ആഡ് ചെയ്യാം. ഹലോ മൺഡേ, ടെക്സ്റ്റ് ഹെഡിങ് മൺഡേ, ഒരു Ctrl+C Ctrl+V, ഹലോ മൺഡേ. ഇനി അതിന് ഫോണ്ടിൽ വന്നാൽ ഏതാണ് അതിൻ്റെ ഫോണ്ട്? നോർമൽ ഫോണ്ട് തന്നെയാണ് അതിൻ്റെ. ഇതിന് കുറച്ച് ഹലോക്ക് ബോൾഡ് ഇല്ല, രണ്ടാമത്തേതിന് ബോൾഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെയല്ലേ വരുന്നത്? അല്ല, രണ്ടാമത്തതിന് നല്ല ബോൾഡ് ഉണ്ട്, എന്നാൽ ഹലോക്ക് അത്ര ബോൾഡ് ഇല്ല. അതങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ബോൾഡ് ഇവിടെ ഹലോയിൽ വന്നാൽ മീഡിയം കൊടുക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോണ്ടിൽ വരുന്നത്. നോർമൽ ഫോണ്ട് തന്നെയാണ്. ഇനി അതിൻ്റെ കളർ എന്താ? കളർ മാത്രമല്ല, പിന്നെ അടിയിലൊരു ലൈൻ ഉണ്ട്, ഒരു യെല്ലോ ലൈൻ ഉണ്ട്. കളർ വരുന്നുണ്ട്. പിന്നെ എക്സൈറ്റിങ്. ഓക്കെ, നമുക്ക് കളർ മാറ്റാം. ആദ്യം നമ്മൾ ബ്രൗസർ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ക്രോം ബ്രൗസർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ
ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സൈറ്റിൽ കയറിയാണ്ട് ക്രോം ബ്രൗസർ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലുണ്ട്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ക്രോം ബ്രൗസർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹലോ മൺഡേ. ഇനി അതിൻ്റെ താഴെ എന്തുണ്ട്, ഒരു ലൈൻ ഉണ്ട്, ഒരു ബോക്സ് ലൈനാണ് ഇന്ന്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും ബോക്സ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് പക്കാ ബോക്സാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ റൗണ്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് കുറച്ചൊരു ലൈന് പോലെ ആക്കണം നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ കളറ് നമുക്ക് യെല്ലോ കൊടുക്കണം. ഏതെല്ലോ, നമ്മൾ ആദ്യം സർക്കിളിനിട്ട യെല്ലോ കൊടുക്കണം. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ട് ഇപ്പം എനിക്ക് കണ്ടോ, എനിക്കിതിന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അതുണ്ട്, ഇവിടെ അതുണ്ട്. അപ്പോൾ ചില സമയത്ത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓൾട്ട് 1 അടിക്കുക, ലെയർ കിട്ടും, ലെയറിൽ പോവുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഹലോ മൺഡേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈ വരെ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വൈ വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈ വരെ ആക്കാം. അത് ഫുള്ളായിട്ട് അതിൻ്റെ ലെങ്ത് ഇല്ല അവിടെ. വൈ വരെ. ഓക്കെ, ഹലോ മൺഡേ. ഇനി അതിൻ്റെതായ ഒരു ടെക്സ്റ്റ് ഉണ്ട്, എക്സൈറ്റിംഗ്. ടെക്സ്റ്റ് എന്താ, ആഡ് ബോഡി ടെക്സ്റ്റ്. എന്താണ് ടെക്സ്റ്റ്, എന്താ, ഞാൻ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിനെ കോപ്പി ചെയ്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കളർ എന്താ, അതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അതിൻ്റെ ഫോണ്ട് ഒരിത്തിരി കട്ടിയുണ്ട്, അതിന് എത്ര സൈസ് ഇല്ല. ഓക്കെ, ചെറുതാണ്. ഫോണ്ട് സെയിം ക്യാൻവ ഓപ്പൺ സെൻസ് തന്നെയാണ്, വേറെ മാറ്റുന്നില്ല. ഒരു മീഡിയം ബ്ലാക്ക്. ഓക്കെ, ആയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യാളേ, ഫോണ്ട് മാറ്റണോ? ഇവിടെ രണ്ട് ഫോണ്ട് തമ്മിൽ വലിയ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് മാറ്റാം. അതിന് നല്ല പറ്റിയൊരു ഫോണ്ട് ഈ ഫോണ്ട് ഇടാം നമുക്ക്. ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ എല്ലാവരും ഗ്രൂപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഗ്രൂപ്പ് ചെയ്തു. ഇനി എന്താണ് ആ ഡിസൈനിലുള്ളത്, ഇനി ആ ഡിസൈനിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ആ ഡിസൈനിൽ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ വെബ്സൈറ്റ് താഴെ വന്നിട്ടുണ്ട്, 2 സ്ഥലത്ത് വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, വെബ്സൈറ്റ് ആക്ച്വലി മാർജിൻ്റെ കുറച്ച് മേലെയാണ് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നല്ലെങ്കിൽ സൈസ് ടോട്ടലായിട്ട് കുറക്കണം. കാരണം ഇവരുണ്ടാക്കിയത് വേറൊരു സൈസിലും നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ സൈസിലുമാണ്. അതാണ് ആ മാറ്റം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് ടോട്ടൽ ഇതിൻ്റെ സൈസ് കുറച്ചൊന്ന് കുറച്ചിട്ട് പറ്റുമോ നോക്കാം. കുറക്കാൻ പറ്റുന്നുണ്ട്.
ഓക്കെ, നമുക്ക് വെബ്സൈറ്റ് ഇവിടെ വെക്കാം. അവിടെ എന്തൊക്കെയാ ചിഹ്നം ഉണ്ട്? ഫേസ്ബുക്ക് ഉണ്ട്, അവിടെ 2-3 ചിഹ്നം ഉണ്ട്. അവിടെ ടെക്സ്റ്റിൻ്റെ അതൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് ബ്ലാക്ക് അല്ല ആക്ച്വലി, ഇത് വേറൊരു ബ്ലാക്കാണ്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതും ബ്ലാക്ക് അല്ല, നമ്മൾ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്, ഇത് വേറൊരു കളറാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ വന്നിട്ടുണ്ട്. അത് അവരുടെ പേജാട്ടോ, വെബ്സൈറ്റ് അല്ല, വെബ്സൈറ്റ് താഴെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെടുക്കാം? ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ അവർ കൊടുത്തിട്ടുള്ള സർക്കിളുള്ള ഐക്കണാണ്. സർക്കിളുള്ള ഐക്കൺ സർക്കിൾ തന്നെയല്ലേ അവർ കൊടുത്തിട്ടുള്ളത്? സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റഗ്രാം വരുന്ന രീതിക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതെടുക്കാം. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റഗ്രാം വരുന്ന രീതിക്കുള്ള ഒരു ഐക്കണാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ വേണ്ടത്. ഐക്കൺ നമുക്ക് എന്തല്ല ഇവിടെ അവൈലബിൾ അല്ല, നമ്മുടെ ലിസ്റ്റിൽ നമുക്ക് എന്തല്ല അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്തിനാണ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ശരിക്കും എനിക്കിത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇട്ടാൽ പോരെ, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നത്? റീക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും എടുത്ത് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാനുവലായിട്ട് ചെയ്യാം. അതിന് ഇവിടെ ആദ്യം ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ വേണം. ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ ഇല്ല. ഫോട്ടോസിൽ പോയാൽ ഫോട്ടോസിൽ കിട്ടൂല നമുക്ക്. ഫോട്ടോസിൽ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഐക്കൺ തന്നെ കിട്ടണം. പിന്നെ ഉള്ളത് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഈ സർക്കിൾ എടുത്തിട്ട് എഡിറ്റ് ഇമേജ് പോയിട്ട് ഇവിടെ ഫിൽറ്ററിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്താൽ മതി. നമുക്കതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടാണല്ലോ വേണ്ടേ. നമുക്കതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ആടാ, അത്രേ ഉള്ളൂ. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇവിടെ അല്ല. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. ഇനി എന്താ? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉണ്ടായിരുന്നോ? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ. ഫേസ്ബുക്ക് ഐക്കൺ ഇവരുടെ എല്ലാം സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി വരുന്നത്. ആക്ച്വലി ഫേസ്ബുക്ക് നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഫേസ്ബുക്ക് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇനി ഒരു സർക്കിൾ ഇടുക. എഫ് ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ഒരു സർക്കിൾ ഇടുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഈ എഫ് എന്ത് ചെയ്താൽ മതി? കൊണ്ടുവച്ചാൽ മതി. ഫേസ്ബുക്കിൻ്റെ ഐക്കണായില്ലേ? വൈറ്റ് കൊടുക്കുക. ഇതിന് ബ്ലാക്കും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അത് രണ്ടും നമ്മൾ പിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. Ctrl+G. അപ്പോൾ എന്തായി? ഫേസ്ബുക്കുമായി. ഇൻസ്റ്റഗ്രാമിന് അവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ? ഇൻസ്റ്റഗ്രാം സ്ക്വയറിലുള്ളതില്ല. നമ്മളങ്ങനെ ചെയ്താൽ എന്താവും? അത് ബോറാവും. അതുകൊണ്ട് നമ്മൾ ആ ഇൻസ്റ്റഗ്രാം അവിടെ നിന്ന് കളയുന്നുണ്ട്. അങ്ങനത്തെ നമുക്ക് അങ്ങനെ ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്ന ബോറാവും. ഇനി ട്വിറ്ററാണുള്ളത്. ട്വിറ്റർ ഇപ്പം എക്സ് ആണ് അവിടെ കിടക്കുന്ന. ട്വിറ്ററിൻ്റെ ഇവിടെ കറക്റ്റ് സർക്കിൾ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇനി ഫേസ്ബുക്കും ട്വിറ്ററാണ് നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, കാരണം എന്താ? ഇൻസ്റ്റഗ്രാമിന് സർക്കിളിൽ വരുന്നത് അതിലില്ല. കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് കമ്പനി പേരും കമ്പനി ലോഗോയും ആണ് ഈ സൈഡിലുള്ളത്. കമ്പനി ലോഗോ ഉണ്ട്, പേര് നമുക്ക് കോപ്പി ചെയ്യാം.
ഒരു ലോഗോ വേണം. എനിക്ക് കണ്ടിട്ട് എഡ്യൂക്കേഷൻ ലോഗോ ആണ് തോന്നുന്നത്. എഡ്യൂക്കേഷൻ ലോഗോ. അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഒരു എഡ്യൂക്കേഷൻ ലോഗോ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതിന് പറ്റിയ ഈ ലോഗോ കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ഫോണ്ട് ഏതാ, അതിൻ്റെ ഫോണ്ടും കൂടെ നമുക്ക് സെലക്ട് ചെയ്യണം. അതിന് ഇൻ്ററിൽ സെമി ബോൾഡ് കൊടുത്താൽ കറക്റ്റാവോ? ഇല്ല, അതിനൊരു ലൈനൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മലയാളത്തിലൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടില്ലല്ലേ ഇതുവരെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാം, മലയാളത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്. ഈ കളറാണ് ആക്ച്വലി അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കളർ എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ആ ഡിസൈനിലുള്ള കളർ ഇതാണ്, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇവരെ രണ്ടാളെയും കൺട്രോൾ G അടിക്കുക, കറക്റ്റായിട്ട് മാർജിൻ അലൈൻ ചെയ്ത് വെക്കുക. ഇവൻ്റെ കളർ നമ്മൾ മാറ്റിയിട്ടില്ല. കളറിൽ പോവുക, ഈ കളർ ഇട്ട് കൊടുക്കുക. ഇവിടെ കളർ മാറ്റിയിട്ടില്ല. ഇവിടെ ഫോണ്ട് സെയിം ഫോണ്ട് തന്നെയാണോ നോക്കണ്ടേ? സെയിം ഫോണ്ട് തന്നെ. കുറച്ചൊരു ഇത്തിരി ബോൾഡ് ഉണ്ട്, സെമി ബോൾഡ് ഉള്ളൂ, ഫുൾ ബോൾഡ് ഇല്ല. ഇതിൻ്റെ മീഡിയം ബോൾഡ് ഉള്ളൂ. ഓക്കെ, കളറിൽ പോവുക, കളർ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ എല്ലാം കളർ മാറ്റണം. കളർ സെലക്ട് ചെയ്യുക, കളറ് അൺഗ്രൂപ്പ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കളർ പോവുക, കളർ. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്, അവരുടെ ഒരു വെബ്സൈറ്റും കൂടെ അവർ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാട്ടോ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെൻസ് ഏതിനുമാണ് നമുക്ക് ലെൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാൻ പറ്റും. ഞാൻ ഇവനെ കോപ്പി ചെയ്തിട്ട് അതേ ടെക്സ്റ്റ് ഫോണ്ടിൽ തന്നെയാണ് Window+V അടിച്ചാൽ നമുക്ക് നമ്മൾ കോപ്പി ചെയ്തതിൻ്റെ ഹിസ്റ്ററി കിട്ടും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കോപ്പി ചെയ്തതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ബ്ലാക്ക് ലൈനാണ്. വിൻഡോ, നമ്മുടെ കീബോർഡിൽ ഒരു വിൻഡോസിൻ്റെ ഒരു ബട്ടൺ അല്ലേ, അത് +V അടിച്ചാൽ നമ്മുടെ ക്ലിപ്പ് ബോർഡ് കിട്ടും. നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ നമുക്ക് എന്തൊക്കെ കോപ്പി ചെയ്തെന്നുള്ളത് കിട്ടും. ഈ ക്ലിപ്പ് ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ, 3 ഡോട്ട് ചെയ്താൽ പിന്നെ ചെയ്തൊക്കെ പറ്റും. പിന്നെ ചെയ്ത് വെച്ചാൽ നമ്മൾ എത്ര കമ്പ്യൂട്ടർ ഓഫാക്കി ഓണാക്കിയാലും അത് പോകില്ല. പിന്നെ ഡിലീറ്റ് ആക്കുക, ക്ലിയർ റോൾ കൊടുത്താൽ എല്ലാം പോകും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സ് പോയി ഗ്രിഡ് ഓഫ് ആക്കാം. ഗ്രിഡ് സെറ്റിങ്സ് പോയി കണ്ടാ, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സാധനത്തിനെ റീക്രിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണ്ടേ, ഇത് പ്രസൻറ്റ് ചെയ്യണ്ടേ. ഇത് നമുക്കൊരു ബിൽ ബോർഡ് ബേസ്ഡ് അല്ലേ കിടക്കണം. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു ബിൽ ബോർഡ് ഉണ്ടാക്കാം. എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, ആദ്യം ഷെയർ കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. PNGയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് പ്രസൻറ്റേഷൻ കാണിക്കണോ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഓൾറെഡി അറിയാലോ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. നമ്മൾ വെറൈറ്റി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ കാണിക്കാം. കാരണം ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പോസ്റ്റർ ചെയ്യാൻ എനിക്ക് 34 മിനിറ്റ് എടുത്തു. നമുക്ക് 14 ചെയ്യണം. അപ്പോൾ ഒന്നിന് അരമണിക്കൂർ വെച്ച് കൂട്ടിയാക്കിയാൽ എത്ര മണിക്കൂർ ഉണ്ടാവും ഇത് ചെയ്ത് തീരുമ്പോഴത്തിന്? എനിക്കിത് എടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നിങ്ങളിതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന ഡിസൈനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം. നമുക്കിത് പോർട്ട്ഫോളിയോയിൽ കൊടുക്കാനുള്ള ഡിസൈനാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തു. നമുക്ക് എന്ത് വേണം, ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം.
അതിന് അപ്ലോഡ് ഫയൽസ് നമ്മൾ എവിടെയാണോ സേവ് ചെയ്തത് അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, അത് വലിച്ചിടുക. നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവും, അല്ലെങ്കിൽ വലിച്ചിട്ടാൽ ഓപ്പൺ ആവും. ഇനി വലിച്ചിടുമ്പോൾ വേറൊരു സംഭവം ഉണ്ട്, ഇത് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അറിയാം. കണ്ടാ, ഒരു സൈഡിലോട്ട് കൊണ്ടുപോയാൽ അത് ബാക്ക്ഗ്രൗണ്ടിന് ഫിറ്റായിട്ട് നിൽക്കും. കൈ വിട്ടാൽ അത് ബാക്ക്ഗ്രൗണ്ട് ആയി. ഓക്കെ, ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് എന്തായി, ഇവിടെ വന്ന്. ഇനി ഇമേജ് പോവാ, പ്രസൻറ്റ് ചെയ്യാനുള്ള രീതികളല്ലേ. ഒരു രീതി നമ്മൾ പറഞ്ഞു, എന്ത്, ഇമേജ് എഡിറ്റിൽ ഷാഡോ കൊടുക്കുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടത്തെ കളർ മാറ്റണമെന്നില്ല, വൈറ്റിൽ തന്നെ ഷാഡോ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോക്കപ്പ് ഇട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, മോക്കപ്പ് എന്ന് പറഞ്ഞാൽ മോക്കപ്പ് ഇട്ടിട്ടായിരിക്കും നല്ലത്. ഇങ്ങനെയും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ, നമ്മുടെ ക്ലയൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ ക്ലയൻറ്റ് എങ്ങനെയാണ്, ക്ലയൻറ്റിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ ഒരു ഇത് പറയുമ്പോൾ ഒരാൾക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതിന്മേൽ എത്രത്തോളം എഫേർട്ട് ഇടാൻ കഴിയുമോ അത്രത്തോളം എഫേർട്ട് ഇട്ട് വേണം നിങ്ങളൊരു ക്ലയൻറ്റിന് ഒരു ഡിസൈൻ കൊടുക്കാൻ. ഓക്കെ, എത്രത്തോളം എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. എഫേർട്ട് മീൻസ് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നതിനല്ല എഫേർട്ട് എന്ന് പറയാം. എത്രത്തോളം നിങ്ങൾക്കത് ഭംഗിയായിട്ട് ചെയ്ത് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആർക്കോ എന്തിനോ വേണ്ടി ചെയ്യരുത്, അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി ചെയ്യരുത്. ക്യാഷിന് വേണ്ടി ചെയ്താൽ നമ്മളെ ഡിസൈനൊക്കെ ക്യാഷിന് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാവും. ബേസിക്കലി എല്ലാം ക്യാഷുമ്പോൾ തന്നെയാണ് അവസാനിക്കുക. പക്ഷെ എന്താവരുത്, ക്ലയൻറ്റിൻ്റെ ഈ എല്ലാ ബിസിനസ്സിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ബിസിനസ്സിനെ വളർത്തുള്ളൂ. നമ്മളെ കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സർവീസിൽ നമ്മുടെ കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തിയാണ്. ഓക്കെ, അങ്ങനെ എത്രത്തോളം തൃപ്തിയാണ് അത്രയും നമ്മുടെ ബിസിനസ് വളർന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ നമ്മൾ ക്യാഷിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളത് പെട്ടെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കൊടുത്തെന്ന് കരുതി ക്ലയൻറ്റ് ഹാപ്പി ആവില്ല. അപ്പോൾ നമുക്ക് ഓരോരോ കസ്റ്റമറും നമുക്ക് എന്താവും, അങ്ങനെ മിസ്സാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള വൃത്തിക്ക് ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ, നമ്മളിനി മോക്കപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. മോക്കപ്പ് കൊടുക്കുക. നമുക്കിതിന് ഏത് മോക്കപ്പാണ് വേണ്ടത്, നമുക്കിതിനെ ഒരു വീഡിയോയിൽ കൊടുത്തു നോക്കാം. ഒരു വീഡിയോയിൽ ഏത് വീഡിയോ കൊടുക്കുക, ശരിക്കും ഈ പോസ്റ്ററും കാര്യങ്ങളൊന്നും വീഡിയോൻ്റെ ആവശ്യമല്ല കേട്ടോ. ഈ മോക്കപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പ്രീമിയം ആണ്. നിങ്ങൾക്ക് പ്രീമിയം എടുത്താൽ മാത്രമേ മോക്കപ്പ് കിട്ടുള്ളൂ. ഇവിടെ ഒരു ലാപ്ടോപ്പിൻ്റെ ഉണ്ട്, ഇത് കൊള്ളാം. ഇതൊക്കെ ശരിക്കും വെബ്സൈറ്റിന് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ മോക്കപ്പൊക്കെ വെബ്സൈറ്റ് ലോഗോസിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇതല്ലേ, അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ആവുന്ന രീതിക്ക് ഏതിനാണ് കൊടുക്കുക. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്താലുള്ള കുഴപ്പം എന്തായാലും നമ്മൾ ക്ലയൻറ്റിന് വീഡിയോ ഒക്കെ തന്നെ കൊടുക്കണം. ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മളിത് വീഡിയോയിൽ ഇതുവരെ മോക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ബെസ്റ്റ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ഇതെടുക്കാം. ലോഡാവുന്നുണ്ട് അത്യാവശ്യം. ഈ വീഡിയോ ആകുമ്പോൾ ലോഡാവും അത്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ, നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടാ, നമ്മുടെ പോസ്റ്റർ എന്ത് വന്നിട്ടുണ്ട്, ആ വീഡിയോ ആയിട്ട് വന്ന് അതിൻ്റെ ആ ലാപ്പിൻ്റെ ഉള്ളിൽ വന്ന്. കണ്ടോ, കറക്റ്റ് ആ ലാപ്പിൻ്റെ ഉള്ളിൽ ഫിറ്റായി നിൽക്കുന്നതാണ്ടാവും. നമുക്കെന്ത് ചെയ്യാം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുണ്ടോ, ഇവിടെ നമുക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചേഞ്ചസ് കൊടുത്താൽ അത് ചേഞ്ച് ആയിട്ട് കറക്റ്റായിട്ട് വരും. ലോഡാവുന്നുണ്ട്. വീഡിയോ ആകുമ്പോൾ ഒരു ഇത്തിരി നേരം ലോഡാവും. കണ്ടോ, ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ആദ്യം എത്ര എഫേർട്ട് എടുക്കണം അറിയോ. നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പഠിക്കണം. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് നിങ്ങളിത്
ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സിസ്റ്റം വേണം. ഏകദേശം 20,000-30,000 രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റം നിങ്ങൾ വാങ്ങിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് അത് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തന്നെ വാങ്ങിക്കണം. 20,000-30,000 മേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ആഫ്റ്റർ എഫക്ട്സ് പഠിച്ചതെന്ന് എൻ്റെ ഒരു മിഡിൽ റേഞ്ച് PC ആയിരുന്നു. എന്നിട്ട് തന്നെ എനിക്ക് നല്ലോണം ലാഗ് അടിച്ചിട്ട് നമ്മളത് എക്സ്പോർട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല 2-3 ദിവസമൊക്കെ പിടിക്കും അത് എക്സ്പോർട്ടായി കിട്ടാൻ, നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ, ഒരു 7 സെക്കൻഡിൻ്റെ വീഡിയോ ഉണ്ടാക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ആദ്യം ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, ഇത് മാത്രം സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇടണം, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ കളർ ഗ്രേഡ് കറക്റ്റ് ആക്കണം. എങ്ങനെ? കാരണം എന്താ, നമ്മൾ ഇട്ട ഇമേജിൻ്റെയും ഈ വീഡിയോൻ്റെയും 2 കളറായി കാരണം, അപ്പോൾ അതിൽ വെച്ചതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2 കളർ കറക്റ്റ് ആക്കണം. ആ 2 കളർ കറക്റ്റ് ആക്കണം, നിങ്ങൾക്ക് കളർ കറക്ഷൻ അറിയണം. അങ്ങനെ ഒരുപാട് പണി എടുത്താലും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പം എന്താ, ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ക്യാൻവയിൽ ഇത്ര ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഈ ഓപ്ഷനൊന്നും ക്യാൻവ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ക്യാൻവ. ഓക്കെ, ക്യാൻവ 3 അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ക്യാൻവയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീഡിയോ പ്രസൻറ്റേഷനും നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനിയും പ്രസൻറ്റേഷൻ അതിലുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3 നമ്മൾ ഇവിടെ പ്രസൻറ്റേഷൻ 2 കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ പ്രസൻറ്റേഷനൊന്നും നമ്മൾ നോർമൽ കേസിൽ പോസ്റ്ററിന് വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. നിങ്ങളെ ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സമയം പോകുന്നതോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മളത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യും. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കും. നമുക്കത് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മളത് ചെയ്യും. നമ്മൾ സമയം പോകുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായി, എന്നാൽ ക്ലയൻറ്റിന് ഒന്നും കൂടെ ഇത്ര രീതിക്ക് പ്രസൻറ്റ് ചെയ്യുക, അത് അടിപൊളിയാണ്, ആ ട്രിക്ക് അടിപൊളിയാണ്. നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ച് വരുമ്പോൾ നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യൂലേ? ഓക്കെ, നമ്മൾ സന്തോഷ് ജോർജ് കൂടെ അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സമയം പോകുന്നതൊന്നും നോക്കില്ല. അപ്പോൾ നിങ്ങൾ അത്ര എക്സൈറ്റിംഗ് ആണെന്ന ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ, അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ നിൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ ആ മോക്കപ്പിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങളുടെ ക്ലയൻറ്റിനെ ഹാപ്പി ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ 2 പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ റെഫറൻസ് ഇല്ലാതെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്താ, ഒരു ഇമേജ് എടുത്തിട്ട് അതുപോലെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഐഡിയയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. നമ്മുടെ ഐഡിയയിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതും കൂടി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻസ്റ്റാ പോസ്റ്റ് നമുക്ക് എന്തായി, കംപ്ലീറ്റ് ആയി. ഇൻസ്റ്റാ പോസ്റ്റ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഏത് സൈസാണ് വേണ്ടത്? ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ് ആയി, ഫേസ്ബുക്ക് കംപ്ലീറ്റ് ആയി, ലിങ്ക്ഡിൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക്ഡിൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ?